ഇടക്കൊച്ചിയിൽ ഉമ്മൻചാണ്ടി സാംസ്കാരിക വേദിയുടെ ആഭിമുഖ്യത്തിൽ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ 1ാം ചരമവാർഷിക ആഘോഷം നടത്തി. ഇടക്കൊച്ചിയിൽ വിവിധ പ്രദേശങ്ങളിൽ വൃക്ഷത്തൈകൾ നടുകയും വൃക്ഷത്തൈകളുടെ വിതരണവും നടത്തി. കൊച്ചി നഗരസഭ 15ാം ഡിവിഷൻ കൗൺസിലർ ജീജ ടെൻസൻ ഉദ്ഘാടനം ചെയ്തു. കേരള ജനത അവരവരുടേതായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയാണ് അദ്ദേഹത്തിന് ചുറ്റും വലിയൊരു ആൾക്കൂട്ടമായിട്ട് സംഘടിച്ച് നിന്നിട്ടുള്ളത്. ഇന്ന് അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾക്ക് മുമ്പിൽ അദ്ദേഹം ചെയ്തു തന്നിട്ടുള്ള ഓരോ സൽപ്രവർത്തികളും ക്ഷേമപ്രവർത്തനങ്ങളും ഓർത്തുകൊണ്ട് കേരള ജനത, ലോകമെമ്പാടുമുള്ള ജനത ഇന്ന് അദ്ദേഹത്തിന് വേണ്ടി ഒരുമിക്കുകയാണ്. ഇടക്കൊച്ചിക്കാരെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ചെയ്തിട്ടുള്ള ഇടക്കൊച്ചി കണ്ണങ്ങാട്ട് പാലം, അതുപോലെ തന്നെ നിരവധി ധനരായിട്ടുള്ള രോഗികൾക്ക് അദ്ദേഹം നൽകിയിട്ടുള്ള ചികിത്സാ സഹായ പദ്ധതികൾ, വികസന പദ്ധതികൾ, അത് കണ്ണൂർ എയർപോർട്ട്, വിഴിഞ്ഞം തുറമുഖം, കൊച്ചി മെട്രോ, അങ്ങനെ നിരവധി കാര്യങ്ങളെല്ലാം തന്നെ. ഉമ്മൻചാണ്ടി സാംസ്കാരിക വേദി പ്രസിഡന്റ് CL ശശീന്ദ്രൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ DCC എക്സിക്യൂട്ടീവ് അംഗം ബേസിൽ മൈനന്തറ മുഖ്യ പ്രഭാഷണം നടത്തി. ഇടക്കൊച്ചി സർവീസ് കോപ്പറേറ്റീവ് ബാങ്ക് പ്രസിഡന്റ് ജോൺ റുബല്ലോ, DCC അംഗം MK നരേന്ദ്രൻ, NO ജെയിംസ്, ഡേവിഡ് ലിസൺ, KS അമ്മണിക്കുട്ടൻ, KV ലാസർ, വിജി സേവ്യർ, ബിജു അറക്കപ്പാടത്ത്, ഹസീന നജീബ്, ഫ്രാൻസിസ് അസീസി, രാജി രാജൻ, സോളി PA, KR രഞ്ജിത്ത്, ഫെർബിൻ ജോസഫ്, റിക്സൺ ലൂയിസ്, ജിത്തു കണ്ണങ്ങാട്ട്, നിർമ്മൽ ജോസഫ് തുടങ്ങിയവർ സംസാരിച്ചു. അദ്ദേഹത്തിന്റെ വസതിയിൽ ഉൾപ്പെടുന്ന പുതുപ്പള്ളിയിലെ സെന്റ് ജോർജ് വലിയ പള്ളിയിൽ ഇതേ സമയം വിശുദ്ധ കുർബാനയും അതേപോലെ തന്നെ പ്രാർത്ഥനാ യോഗങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് നാം ഇന്നിവിടെ അനുസ്മരണ യോഗം കൂടുന്നത്. ഉമ്മൻചാണ്ടി സാറിനെ കുറിച്ച് ഞാൻ പറയാതെ തന്നെ ഈ ലോകത്തുള്ള മുഴുവൻ ജനങ്ങൾക്കും അദ്ദേഹത്തെ കുറിച്ച്, ചെറിയ കുട്ടികൾ വരെ ഉള്ള ആളുകൾക്ക് ശ്രീ ഉമ്മൻചാണ്ടി സാറിനെ കുറിച്ചുള്ള കാര്യങ്ങൾ വളരെ കാര്യമായിട്ട് തന്നെ അറിയാവുന്നതുകൊണ്ടും ശ്രീ ഉമ്മൻചാണ്ടി സാറ് ഈ സംസ്ഥാനത്തെ സാധാരണ ജനവിഭാഗങ്ങൾക്ക് ചെയ്ത സേവനങ്ങളെല്ലാം കുറിച്ചും അതേപോലെ തന്നെ അദ്ദേഹത്തിന്റെ പ്രവർത്തന ശൈലികളെ കുറിച്ചുമെല്ലാം നമ്മുടെ മുഖ്യ പ്രഭാഷകരും ഉദ്ഘാടകരും ഒക്കെ വിശദമായി സംസാരിക്കുമെന്നുള്ളത് കൊണ്ട് ഞാൻ കൂടുതലായി ഒന്നും ഈ അവസരത്തിൽ സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നില്ല. അദ്ദേഹത്തോടുള്ള ആദരസൂചകമായി ഇടക്കൊച്ചിയിലെ ഒരുപറ്റം കോൺഗ്രസ് അനുഭാവികൾ ഉമ്മൻചാണ്ടി സാംസ്കാരിക വേദി എന്ന സംഘടനയ്ക്ക് രൂപം കൊടുക്കുകയും ആ സംഘടനയുടെ പ്രവർത്തനങ്ങൾ തുടക്കം കുറിക്കുന്ന ഒരു ചടങ്ങാക്കി ഇന്നത്തെ ഈ അനുസ്മരണ പരിപാടി മാറ്റുകയുമാണ്. ഉമ്മൻചാണ്ടി സാറിനെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലുള്ള അങ്ങോളം ഇങ്ങോളമുള്ള കൊച്ചുകുട്ടികൾക്ക് വരെ അദ്ദേഹത്തിന്റെ പേരറിയാം. ഉമ്മൻചാണ്ടി എന്ന പേര് ലോകത്ത് മറ്റാർക്കെങ്കിലും ഉണ്ടോ എന്ന് പരിശോധിച്ചപ്പോൾ ലോകത്താകെ ഈ ഒരു വ്യക്തിക്ക് മാത്രമാണ് ഉമ്മൻചാണ്ടി എന്ന പേരുള്ളത്. മറ്റൊരു വിശേഷവുമായി കാണാം. റിജൻ റബല്ലോ, ന്യൂസ് ടുഡേ, കൊച്ചി.